കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ കഥ പുതിയ അടവുകൾ. വണ്ടി വരാൻ ഇനിയും കുറേ സമയമുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ ഒരറ്റത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സിമൻറ്റ് ബെഞ്ചിൽ ചെന്നിരുന്ന് പലതും ആലോചിച്ചു. എന്തെല്ലാമാണ് ഓർത്തിരുന്നത്? ഉറക്കം മസ്തിഷ്കത്തെ മയക്കിക്കളഞ്ഞിരുന്നു. തലേദിവസം രാത്രി ഒരു കൂട്ടുകാരൻ്റെ വിവാഹമായിരുന്നു. അതുകാരണം ഉറങ്ങാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. എല്ലാവരും വേണ്ട കാലത്ത് കല്യാണം കഴിക്കുന്നുമുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ടത് ഈയുള്ളവനാണ്. തലേന്ന് രാത്രി 2 മണിക്കാണ് കിടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നത്. ഒരു വീതി ചുരുങ്ങിയ മെത്തപ്പായിൽ ഞാനും പർവ്വതം പോലത്തെ ഒരു മനുഷ്യനും 300-ൽ കുറയാതെ മൂട്ടകളും 4 മണിക്കൂറോളം കഴിച്ചുകൂട്ടി. യാത്ര ചിലവിന് 3 റുപ്പിക, സമ്മാനം കൊടുക്കാൻ വാങ്ങിയ 5 റുപ്പിക വിലയുള്ള പുസ്തകം, ഉറങ്ങാത്ത ഒരു രാത്രി, അസൂയയിൽ നിന്നുടലെടുത്ത മാനസിക വൈഷമ്യങ്ങൾ, ഇതെല്ലാം ആരറിയാനാണ്? ഏതായാലും ഈ ഏർപ്പാട് നിർത്താൻ തന്നെ നിശ്ചയിച്ചു. ഇനി ഞാൻ ഒരൊറ്റ വിവാഹത്തിൽ മാത്രമേ സജീവമായി പങ്കെടുക്കുകയുള്ളൂ, എൻ്റേത്. വണ്ടിയിൽ കയറിയാൽ ഉറങ്ങാം. എന്തൊരു ക്ഷീണമാണ് പകൽ ബസ്സിൽ 50 നാഴികയോളം സഞ്ചരിച്ചു കാണും. ഒരു 3 മണിക്കൂർ തീവണ്ടി യാത്രയും കൂടി കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഗുഹയിൽ തിരിച്ചെത്താം. പ്ലാറ്റ്ഫോം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയാണ്. ഈ ഉൾനാടൻ തീവണ്ടി ഓഫീസിൽ പകൽ മാത്രമേ കുറച്ച് തിരക്കുള്ളൂ. രാത്രിയിൽ ഒരു ഇരുണ്ട ശൂന്യത അന്തരീക്ഷത്തെ വലയം ചെയ്യും. സ്റ്റേഷനെതിരെയുള്ള ചായപ്പീടിക ഉറക്കമൊഴിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു പഴയ ഗ്രാമഫോണിലൂടെ MS നീരംഗായനിൽ ആലപിക്കുന്നുണ്ട്. ഉറക്കം കൺപോളകളിൽ ഉമ്മ വയ്ക്കുകയാണ്. ആ നാടൻ മക്കാനിയിൽ നിന്ന് ഒരു ചായ പാസാക്കിയാലോ എന്നാലോചിക്കുമ്പോഴാണ് ഒരാൾ അടുത്തു വന്നത്. ഷൂസിൻ്റെ ശബ്ദമാണ് ആദ്യം. അതുകൊണ്ട് ഒരു മാന്യനാവണം. ഇരുട്ടായതുകൊണ്ട് ആളെ കാണാൻ വയ്യ. അയാൾ സിമൻറ്റ് ബെഞ്ചിൻ്റെ സമീപം നിന്നു. ഇരിക്കാൻ സ്ഥലം അന്വേഷിച്ചായിരിക്കണം. ഞാൻ ഹാൻഡ് ബാഗ് നീക്കി വെച്ചു. എക്സ്ക്യൂസ് മീ, മേ ഐ ഷെയർ യുവർ സീറ്റ്? ഈ തനിനാടൻ തീവണ്ടി ഓഫീസിലും ഒരു ടിക്കറ്റുകാരനെ കണ്ടെത്തിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഓ യെസ്. അയാൾ ഇരുന്നു. ഇരുട്ടിൽ ഞങ്ങൾ അന്യോന്യം നോക്കി. അയാളുടെ മുഖത്ത് കണ്ണട തിളങ്ങുന്നുണ്ട്. കടുത്ത നിറത്തിലുള്ള പാൻ്റാണ് അയാൾ ധരിച്ചിരുന്നത്. ടൈം എത്രയായി? ഞാൻ തീപ്പെട്ടിക്കോൽ ഉരച്ച് വാച്ചിൽ നോക്കി. നേരം 7:45. താങ്ക്സ്, ഞാൻ വാച്ച് എടുത്തില്ല. കാലത്തെണീറ്റപ്പോൾ വാച്ചിന് ചെറിയൊരു മിസ്റ്റേക്ക്. അത് റിപ്പയർ ചെയ്യാൻ മദ്രാസിലോ ഡൽഹിയിലോ മാത്രമേ കഴിയൂ. ക്രോണോമീറ്ററാ. എനിക്ക് അർത്ഥം മനസ്സിലായില്ലെന്ന് ധരിച്ചിട്ടാവാം അദ്ദേഹം വിശദീകരിച്ചു. തീയതിയും മാസവും കൊല്ലവും ഒക്കെയുള്ള വാച്ചാണ് ക്രോണോമീറ്റർ. അടുത്തത് ഒരു ആത്മകഥ മോഡലിലായിരുന്നു. 7:45. ഷെഡ്യൂൾ ടൈം ആവാൻ തന്നെ അരമണിക്കൂർ കഴിയണം. പക്ഷെ നമ്മുടെ പങ്ക്ച്വാലിറ്റി പറയണ്ടല്ലോ. ഒരർത്ഥബോധാവസ്ഥയിൽ ഞാൻ മൂളി. ഇതൊക്കെ ശരിയാവാൻ എത്ര കാലം വേണ്ടിവരും? നമുക്ക് പങ്ക്ച്വാലിറ്റി അറിയില്ല. അതൊക്കെ ഇംഗ്ലീഷുകാർ വേണം. സി, ഐ ഹാവ് ലീവ് വിത്ത് ഇംഗ്ലീഷ്മെൻ. അതൊന്നും നമുക്ക് കണി കാണാൻ കിട്ടില്ല. നോർത്ത് ഇന്ത്യ വെൻ കമ്പയർ ടു സൗത്ത് ഭേദമാണ്. അപ്പോൾ ആൾ ചില്ലറക്കാരനല്ല. ഇംഗ്ലീഷുകാരുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലാണ് ഇപ്പോൾ കടക്കാൻ ഭാവിക്കുന്നത്. ഞാൻ ഇന്ത്യയിൽ ഒരുമാതിരി എല്ലായിടത്തും സഞ്ചരിച്ചിട്ടുണ്ട്. പലതുകൊണ്ടും വടക്കേ ഇന്ത്യയാണ് ഭേദം. അയാൾ പലതും പറയാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു വർഷം ഡൽഹിയിലായിരുന്നു. സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ റിസർച്ച് ചെയ്യുകയായിരുന്നു. സ്കൂൾ ഓഫ് എക്കണോമിക്സ് കേട്ടിട്ടില്ലേ? മിസ്റ്റർ റാവു ആണ് പ്രിൻസിപ്പൽ. ഓ, വാട്ട് എ മാഗ്നാനിമിറ്റി. ഞാൻ അദ്ദേഹത്തിൻ്റെ പെറ്റായിരുന്നു. ഉറക്കം കൺപോളകളെ തഴുകുകയാണ്. ഞാൻ മറ്റു പലതും ആലോചിക്കാൻ തുടങ്ങി. 18-ാം തീയതി സുകുമാരൻ്റെ വിവാഹമാണ്. വധു എൻ്റെ വിദ്യാർത്ഥിനിയായിരുന്നു. അതൊരു നല്ല ബന്ധമാണെന്ന് തോന്നി. നിങ്ങളെവിടേക്കാ? ഞാൻ പാലക്കാട്ടേക്ക്. ഞാൻ കോയമ്പത്തൂർ വരെ. ഇവിടെ അടുത്തൊരിടത്ത് വന്നതാണ്. എൻ്റെ കസിൻ താമസിക്കുന്നത് ഇവിടേക്കടുത്താണ്. കൊരണാശ്ശേരി കേട്ടിട്ടില്ലേ? ഇല്ല. എന്ത്? അദ്ദേഹം സ്തംഭിച്ചുപോയി. 17 ആനയുണ്ട്. വലിയ പ്രഭുത്വമുള്ള കൂട്ടരാണ്. അദ്ദേഹം സമ്മാനിച്ച സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യം. നിങ്ങളുടെ പേർ? ഞാൻ പേര് പറഞ്ഞു. എന്താണ് ജോലി? ഞാൻ ജോലിയും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ്. ഉത്തരം മലയാളത്തിലും. എനിക്കെന്തോ ഇംഗ്ലീഷ് പറയാൻ ഭയമാണ്. ഏത് കോളേജിലാണ് പഠിച്ചത്? മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്.
അദ്ദേഹം ചാടി എണീറ്റു. താമ്പരം? യു മീൻ താമ്പരം? എൻ്റെ കൈ കടന്നു പിടിച്ച് ശക്തിയായി കുലുക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞു, വെരി ഗ്ലേഡ് ടു സീ യു. ഐ വാസ് അറ്റ് താമ്പരം. ഇതിനാണോ ഇത്രയൊക്കെ പരാക്രമം കാണിച്ചതെന്ന് ഞാൻ സ്വയം ചോദിച്ചുപോയി. അടുത്തതായി അദ്ദേഹം താമ്പരം ജീവിതത്തിലേക്ക് കടന്നു. ആ കോളേജിൻ്റെ മഹത്വം, ഓക്സ്ഫോർഡിനെയും കേംബ്രിഡ്ജിനെയും മാതൃകയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രൊഫസർമാർ, അവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പാളുടെ മുത്തച്ഛൻ തൊട്ടിങ്ങോട്ടുള്ള ചരിത്രം. അതങ്ങനെ നീണ്ടുപോയി. ഞാൻ കരളുരുകി പ്രാർത്ഥിച്ചു, ദൈവമേ, വേഗത്തിലങ്ങ് തീവണ്ടിയെ പ്രത്യക്ഷമാക്കി തരണമേ. യാന്ത്രികമായി മൂളിക്കൊണ്ട് ഞാൻ എല്ലാം കേട്ടു. അപ്പോഴാണ് ഇരുട്ടിൽ മറ്റൊരു രൂപം അവിടേക്ക് നടന്നെത്തിയത്. ആരായാലും ശരി, എറ്റിക്വറ്ററി ഇല്ല. വന്നപാട് ചോദിച്ചു, വണ്ടിക്ക് നേരെ എത്രയുണ്ട്? 1/2 മണിക്കൂർ കാണും. ഞാനാണ് മറുപടി പറഞ്ഞത്. കൂട്ടുകാരൻ നിശബ്ദനായി. ഈ വണ്ടിക്കും ചെക്കിംഗ് ഉഷാറുണ്ടോ? എന്തേ? ടിക്കറ്റ് ഇല്ല, കണ്ണൂരിന്ന് വരിക. തുടർന്ന് അയാൾ തൻ്റെ കഥ പറഞ്ഞു. അയാൾ കണ്ണൂർക്കാരനാണ്. കോയമ്പത്തൂർ എത്തണം. തലേ ദിവസം കോഴിക്കോട്ട് വന്നിറങ്ങി. ഉള്ള കാശിന് ഫുട്ബോൾ കണ്ടു, ചായയും കുടിച്ചു. ടിക്കറ്റ് ഇല്ലാതെ വണ്ടിയിൽ കയറി. വഴിക്ക് പിടിച്ചിറക്കിയതാണ്. കോയമ്പത്തൂരിലെത്തിയാൽ അയാൾ ജയിച്ചു. അവിടെ അയാളുടെ പഴയ മുതലാളി ജോലി തരും. ഇപ്പോൾ അയാൾക്ക് ആവശ്യം ചായ കുടിക്കാൻ ഒരണയാണ്. അയാളുടെ കൈവശം ഒരു ടോർച്ചുണ്ട്. അത് അയാൾ വിൽക്കാൻ തയ്യാറാണ്. ആവശ്യമുണ്ടോ? എനിക്ക് ടോർച്ച് ആവശ്യമില്ല. 6 റുപ്യയ്ക്ക് വാങ്ങിയതാണ്. 1 മാസമേ ആയിട്ടുള്ളൂ. 1 റുപ്യയിൽ കൂടുതൽ ആരും പറയുന്നില്ല. അത് കഷ്ടമല്ലേ? കഷ്ടമാണ്, ഞാനും സമ്മതിക്കുന്നു. പക്ഷേ എനിക്ക് ടോർച്ച് ആവശ്യമില്ല. ഒരണ കൊടുത്തേക്കാം. പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ ചില്ലറയില്ല. 3 10 രൂപ നോട്ടുണ്ട്. ഒരൊറ്റ രൂപയും. അത് മാറ്റിയാൽ ഒരണ കൊടുക്കാം. അതിനുവേണ്ടി മാത്രം 1 റുപ്യ മാറാൻ വയ്യ. എൻ്റെ കയ്യിൽ ചില്ലറയില്ല. ഒരപരാധബോധത്തോടെ ഞാൻ പറഞ്ഞു. അയാൾ തൻ്റെ മാന്യ സുഹൃത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം നിന്നു. അദ്ദേഹം അനങ്ങിയില്ല. അയാൾ ടോർച്ച് മിന്നിച്ചു പോയി. ഇതൊക്കെ പുതിയ അടവുകളാണ്. കൂട്ടുകാരൻ ഒരു പുതിയ ആവേശം കിട്ടിയതുപോലെ തുടങ്ങി. അയാൾ പറഞ്ഞത് ശുദ്ധ പൊളിയാണ്. ഇവരെയൊന്നും വിശ്വസിച്ചു പോകരുത്, കാട്ടുകള്ളന്മാരാണ്. സാധുക്കളും ഉണ്ടാവും. നെവർ. സാധുക്കൾ എക്സെപ്ഷനാണ്. യു സി, എക്സെപ്ഷൻ ഓൺലി പ്രൂവ്സ് ദി റൂൾ. യാചക പ്രശ്നത്തെപ്പറ്റിയായിരുന്നു അടുത്ത സംസാരം. അദ്ദേഹം എൻ്റെ അഭിപ്രായം ആരാഞ്ഞു. ഞാൻ പറഞ്ഞത്, എനിക്ക് യാചിക്കാൻ ഇഷ്ടമില്ല. യാചിക്കുന്നത് കാണാനും ഇഷ്ടമില്ല. അദ്ദേഹം യാചക പ്രശ്നത്തെപ്പറ്റി അവഗാഢമായി ചിന്തിച്ചിട്ടുണ്ട്. നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ പിച്ചക്കാരില്ല. മദുരാശി പിച്ചക്കാരുടെ നഗരമാണ്. ഒരൊറ്റയാളും പിച്ചക്കാർക്ക് കാശ് കൊടുത്തു പോകരുത്. അതുമാത്രമാണിത് നിർത്താനുള്ള പോംവഴി. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരാക്രമണത്തിന് വേണ്ടി ഞാൻ ഭാവിക്കുമ്പോഴേക്ക് അദ്ദേഹം ഇടയ്ക്ക് കയറി ചാർജ് ചെയ്തു. ഐ ബെഗ് ടു ഡിസഗ്രി. ആ വാക്ക് അങ്ങനെയെടുത്ത് പെരുമാറുന്നത് എനിക്കിഷ്ടമില്ല. അതിൽ പല കൊണോട്ടേഷൻസുമുണ്ട്. ഞാൻ പറ്റേ പരാജയപ്പെട്ടു. നിശബ്ദം തോൽവി സമ്മതിച്ച് എന്തും സഹിക്കാൻ തീരുമാനിച്ച് ഞാൻ ഇരുന്നു. മറ്റു വല്ലതും ചിന്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. എനിക്ക് ദാഹിക്കുന്നു. തണുപ്പുകാറ്റടിക്കുന്നുണ്ടെങ്കിലും ശരീരം വിയർക്കുകയാണ്. എൻ്റെ ബോധം മങ്ങുകയും തെളിയുകയും ചെയ്യുന്ന പോലെ തോന്നുന്നു. റൂറൽ എക്കണോമിക്സിൽ പറയുന്നത്, ചരിത്രകാരൻ്റെ അഭിപ്രായത്തിൽ ലോജിക് പ്രകാരം നോക്കിയാൽ, ഞാൻ തേഡോണേഴ്സിക്ക് പഠിക്കുമ്പോൾ ഡൽഹി, താമ്പരം, ഇക്കണോമിക്സ് എന്നീ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. വണ്ടി ബ്ലോക്കായി എന്നറിയിക്കുന്ന മണിയടിച്ചു. ഹാവൂ, അല്പം സമാധാനമായി. കര കണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു എനിക്ക്. പോർട്ടർ സമീപത്തെ ഇരുമ്പ് കോണിയിൽ കയറി വിളക്ക് കത്തിച്ചു. ചുറ്റും വെളിച്ചം പരന്നു. എൻ്റെ കൂട്ടുകാരനെ അപ്പോഴാണ് ഞാൻ ശരിക്കു കണ്ടത്. അല്പം കഷണ്ടി കയറിയ വെളുത്തു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. വെള്ള ഷർട്ടും കറുത്ത വൂളൻ പാൻറ്റും. ഈ നാട്ടിൻപുറത്ത് ഈ വേഷത്തിൽ അദ്ദേഹം നടന്നപ്പോൾ ഗ്രാമീണർ എന്തെല്ലാം തെറ്റിദ്ധരിക്കാമെന്ന് ഞാൻ ഓർത്തുപോയി. പ്ലാസ്റ്റിക് ഫ്രെയിമുള്ള കണ്ണടയിലൂടെ അദ്ദേഹം എന്നെയും തൂക്കി നോക്കുകയായിരുന്നു. ദാഹവും വിശപ്പുമുണ്ട്. സഹിച്ചിരിക്ക തന്നെ. ഷൊർണൂർ എത്തിയാൽ നല്ല ചൂടുള്ള ബിരിയാണി കിട്ടും. ഞാൻ വഴുതിപ്പോകുന്ന സമയം അടുത്തെത്തിയെന്നറിഞ്ഞതായിരിക്കാം അദ്ദേഹം ഉപസംഹാരത്തിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എക്കണോമിക്സ് ഇല്ലാതെ ജീവിക്കാൻ വയ്യ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഈ പാൻറ് 5 കൊല്ലം മുമ്പ് സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. വാരയ്ക്ക് 16 റുപ്യ.
സ്റ്റിച്ചിങ് ചാർജ് 30 വരും. എന്നാൽ എന്താ, കൊല്ലത്തിലൊരു വാഷ് മതി. 2 സെറ്റ് സൂട്ട് കൊണ്ട് നിങ്ങൾക്ക് വേൾഡ് ടൂർ നടത്താം. ഒരു ദാരുണമായ പീഡനത്തിൻ്റെ അതിർത്തി കണ്ടതുകൊണ്ട് ഞാൻ ശ്രദ്ധയഭിനയിച്ചു. അദ്ദേഹം തൻ്റെ സ്വന്തം തത്വസംഹിതകൾ അടിച്ചേൽപ്പിക്കാൻ ഇത്രനാളും ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നുവെന്ന് തോന്നി. ഞാൻ തെളിയിച്ചു തരാം. നിങ്ങളുടെ ഷർട്ട് കീറാറില്ലേ? ഞാൻ അനുസരണയുള്ള വിദ്യാർത്ഥിയെപ്പോലെ മറുപടി കൊടുത്ത്, ഉവ്. കീറിയാൽ എന്തു ചെയ്യും? കീറിയാൽ നിൽക്കട്ടെ, സ്വല്പം കീറിയാൽ തങ്കപ്പന് കൊടുക്കും, അധികം കീറിയാൽ പിച്ചക്കാർക്ക്, വിശ്വത്തോളം കീറിയാൽ നിലം തുടയ്ക്കാൻ കൊടുക്കും. ഇക്കുറി അയാളെ തോൽപ്പിക്കാമെന്ന് മോഹിച്ചു. അത് വെറുതെയായിരുന്നു. അതാണ് തെറ്റ്. കീറിയ ഷർട്ടും മുണ്ടും റാത്തലിന് 1 ഉറുപ്പിക വിലയ്ക്ക് വിൽക്കാം. ഉറുപ്പിക കിട്ടില്ല. പകരം എവർബ്രൈറ്റ് സ്റ്റീൽ പാത്രങ്ങൾ. പഴയ ബാർട്ടർ സിസ്റ്റമാണിത്. വണ്ടി ഔട്ടായി എന്നറിയിക്കുന്ന 2ാമത്തെ മണിയടിച്ചു. നിങ്ങൾ ടിക്കറ്റ് വാങ്ങിയോ? ഉവ്, ഞാൻ വാങ്ങി വരാം. അദ്ദേഹം ബുക്കിംഗ് ഓഫീസിലേക്ക് നടന്നു. ഞാൻ പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പേഴ്സിൽ തിരികെ വെച്ചു. ഹാൻഡ് ബാഗും കയ്യിലെടുത്ത് പ്ലാറ്റ്ഫോമിൻ്റെ ഒരറ്റത്തേക്ക് നടന്നു. അദ്ദേഹം ടിക്കറ്റ് വാങ്ങി തിരിച്ചു വരുമ്പോൾ എന്നെ കാണില്ലെന്നോർത്ത് എനിക്ക് രസം തോന്നി. തിരഞ്ഞു പിടിക്കാനാണ് ഭാവമെങ്കിൽ ഒരു ഒളിച്ചുകളി നടത്താനും ഞാൻ തയ്യാറായിരുന്നു. വണ്ടി വന്നു. സാമാന്യം നല്ല തിരക്കുണ്ട്. കിടന്നുറങ്ങാമെന്നത് വെറുതെയായി. ഏറ്റവും പുറകിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ കടന്നുകൂടി. ഒരു ബെഞ്ചിൽ അല്പം വിടവുണ്ടാക്കി ഞെരുങ്ങിക്കൂടി. വണ്ടി സ്റ്റേഷൻ വിട്ടപ്പോഴാണ് എതിർവശത്തേക്ക് കണ്ണോടിച്ചത്. ഞാൻ തളർന്നുപോയി. മുട്ടിയുരുമ്മിയിരുന്നുറക്കം തൂങ്ങുന്ന 2 നാടൻ കാരണവന്മാർക്കിടയിൽ വൂളൻ പാൻറ് നൂണിറങ്ങുന്നു. ഇതുതന്നെയാണ് പണി എന്ന ഭാവത്തിൽ മൂപ്പർ എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ജനാലയിലേക്ക് ചാഞ്ഞു, കണ്ണുകൾ അടച്ചു. തണുപ്പുള്ള കാറ്റ്, വണ്ടിയുടെ സുഖകരമായ കുലുക്കവും. ഞാൻ ഉറക്കത്തിലേക്ക് താണു പോകുമ്പോൾ സന്തോഷത്തോടെ ഓർമ്മിച്ചു, അദ്ദേഹം ഒരിര കാണാതെ വിഷമിക്കുകയാണ്. കണ്ണു തുറന്നപ്പോൾ വണ്ടി ഷൊർണൂരിനെ സമീപിക്കുകയാണ്. അപ്പോൾ 3 സ്റ്റേഷൻ പിന്നിട്ടിരിക്കുന്നു. വണ്ടി നിന്നപ്പോൾ പലരും ഇറങ്ങി. നീണ്ടു നിവർന്ന് കിടക്കാനുള്ള സ്ഥലം കിട്ടുമെന്നായി. ഹാൻഡ് ബാഗും ഷോളും കൊണ്ട് സ്ഥലം റിസർവ് ചെയ്ത ശേഷം ഞാൻ പുറത്തിറങ്ങാൻ ഭാവിച്ചു. ആവി പറക്കുന്ന ബിരിയാണിയെ പ്രത്യക്ഷമാക്കുകയാണ് ലക്ഷ്യം. നിർവികാരനായിരിക്കുന്ന വൂളൻ പാൻറ്റിനെ ക്ഷണിക്കുന്നതല്ലേ മര്യാദ? ജുബ്ബായുടെ കീശയിൽ കൈയിട്ടുകൊണ്ട്. ഇല്ല. അപ്പോഴാണ് നടുങ്ങിപ്പോയത്. പോക്കറ്റിൽ പേഴ്സില്ല. സീറ്റിലും താഴെയും 2 പോക്കറ്റിലും ഹാൻഡ് ബാഗിലും തിരഞ്ഞു. കാണുന്നില്ല. ദൈവമേ, ചതിച്ചോ? എന്താത്? ചുറ്റുപാട് നിന്നും അന്വേഷണങ്ങൾ ഉയർന്നു. എൻ്റെ പേഴ്സ്. പലരും എഴുന്നേറ്റ് തിരയാൻ സഹായിച്ചു. വണ്ടിയിൽ കയറുമ്പോഴും സീറ്റിലിരുന്ന ശേഷവും പേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്തിരുന്ന ആളുകൾ ഇറങ്ങിപ്പോയി. അവർ അടിച്ചെടുത്തതായിരിക്കണം. 31 രൂപയും ടിക്കറ്റും ഫോട്ടോയും വെച്ച പ്ലാസ്റ്റിക് പേഴ്സ്. ഞാൻ നിസ്സഹായനായി ഇരുന്നു. ഇനി എന്താണ് ചെയ്യുക? ആ 31 റുപ്യയ്ക്ക് ചുറ്റുമായി 1000 കാര്യങ്ങൾ നിൽപ്പുണ്ട്. ഹോട്ടൽകാരൻ സ്വാമിയുടെയും വീട്ടുടമസ്ഥൻ്റെയും ചിത്രങ്ങൾ കൺമുമ്പിൽ കണ്ടു. ആവി പറക്കുന്ന ബിരിയാണിക്കാര്യമെല്ലാം പോയി മറഞ്ഞു. ഒരു കാപ്പിയെങ്കിലും, അതിനും വേണം 2 അണ. അതിലും പ്രധാനമായ പ്രശ്നം മറ്റൊന്നാണ്. ഞാനിപ്പോൾ ടിക്കറ്റില്ലാത്ത യാത്രക്കാരിൽ ഉൾപ്പെടുന്നു. മാന്യനും സാഹിത്യകാരനുമായ എന്നെ ടിക്കറ്റ് എക്സാമിനർ പിരടിക്ക് പിടിച്ച്. എനിക്കത് ഓർക്കാൻ വയ്യ. പ്ലാറ്റ്ഫോമിൽ വെച്ച് പരിചയപ്പെട്ട വൂളൻ പാൻറ്റുകാരൻ്റെ നേരെ ഞാൻ ദീനമായി നോക്കി. അദ്ദേഹം എന്നെ സഹായിക്കാതിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സഹതാപത്തിന് പകരം ഞാൻ കണ്ടത് സംശയവും അവജ്ഞയുമായിരുന്നു. ടിക്കറ്റ് എക്സാമിനറോട് സംഭവം പറഞ്ഞാൽ അദ്ദേഹം വെറുതെ വിടില്ലേ? ഒലവക്കോട്ട് എത്തുന്നതുവരെ ചെക്കിംഗ് ഉണ്ടാവരുതേ. കൊടിക്കുന്നത്തമ്മേ, രക്ഷിക്കണേ. ഒലവക്കോട്ടെത്തിയാൽ ഞാൻ ജയിച്ചു. സ്റ്റേഷനിൽ പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാർ പലരുമുണ്ട്. എനിക്ക് ദാഹിക്കുന്നു. തൊണ്ട പൊട്ടിപ്പോകുമാറുള്ള ദാഹം. ഹാൻഡ് ബാഗ് എടുത്ത് തുറന്നു നോക്കി. ഒരു 2 അണ അബദ്ധത്തിൽ അതിൽ തങ്ങിക്കിടപ്പുണ്ടെങ്കിൽ. മുഷിഞ്ഞ ഷർട്ടും പുസ്തകങ്ങളും മാത്രമുണ്ട്. എൻ്റെ കണ്ണുകൾ വീണ്ടും എതിർവശത്തേക്ക് നീണ്ടുപോയി. അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന് ഓഡിയൻസായി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം സ്വരം താഴ്ത്തി പറയുകയാണ്. എനിക്കാദ്യമേ സംശയം തോന്നിയതാണ്. ഇതൊക്കെ പുതിയ അടവുകളാണ്. റിസ്റ്റ് വാച്ചും കോപ്പുമൊക്കെ കണ്ടാൽ ആരെങ്കിലും മറിച്ച് വിചാരിക്കുമോ? തിരിമുറിഞ്ഞ കള്ളനായിരിക്കും. പറഞ്ഞതൊക്കെ ശുദ്ധ നുണ. ഞാൻ എല്ലാം കേട്ടു. എനിക്കെല്ലാം മനസ്സിലാവുന്നുമുണ്ട്.
എൻ്റെ പിൻവശത്ത് മുഖത്ത് മുണ്ടിട്ട് കുന്തിച്ചിരുന്നുറങ്ങുന്ന മനുഷ്യൻ എന്നെ തോണ്ടി വിളിച്ചു. ടിക്കറ്റ് പോയോ? പോയി. പക്ഷേ ഈ വണ്ടിക്ക് ചെക്കിംഗ് ഉഷാറില്ല. ഞാൻ കണ്ണൂരിന്ന് വരിക, എനിക്കും ടിക്കറ്റില്ല. ഞാനൊന്നും മിണ്ടിയില്ല. ആ മനുഷ്യൻ്റെ ചരിത്രം ഒരിക്കൽ കൂടി ഞാൻ കേട്ടു. നിങ്ങൾ പൈസത്രയും പേഴ്സില്ല ബച്ചിന്? അതെ. ഇതൊക്കെ എല്ലാവർക്കും പറ്റും ഹേ. ചായ. ജനാലയ്ക്കടുത്തെത്തിയ ചായക്കാരൻ നിന്നു. 2 ചായ ഒഴിച്ചൂട്. വസൂരിക്കല വീണ ആ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാനിരുന്നു. ഹൃദയം നോവുകയായിരുന്നു. 6 റുപ്യേൻ്റെ ടോർച്ച 1 റുപ്യയ്ക്ക് വിറ്റു. പെശകിയപ്പം അരക്കാലും കൂടി തന്നു. ആ ചൂടുള്ള ചായ മോന്തി കുടിക്കുമ്പോൾ വൂളൻ പാൻറ്റുകാരൻ പറയുകയാണ്, ആളുകളുടെ സിമ്പതി കിട്ടാൻ ചില കഥ തട്ടിവിടും. യു നോ വാട്ട് റോങ് ദീസ് ഫെലോസ് ആർ.